എല്ലാവർക്കും കോട്ടയം ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് സ്വാദിഷ്ടമായ ബീഫ് ഇടിച്ചതാണ്. അതിനായി 1 കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയ ശേഷം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 സവാള നീളത്തിൽ അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 8 കാശ്മീരി വറ്റൽമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 15 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പെരുംജീരകം 1 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളകുപൊടി 1.5 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് പ്രഷർ കുക്ക് ചെയ്യാനായി ഒരു കുക്കറിലേക്ക് മാറ്റുക. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ബീഫ് വേകാനുള്ള വെള്ളം ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. ആദ്യത്തെ വിസിൽ വരുന്നതുവരെ തീ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 5 വിസിലുകൾ ലോ ഫ്ലെയിമിലും വേവിക്കുക. അതിനുശേഷം കുക്കറിലെ എയർ സാവധാനം പോകുന്നതുവരെ മാറ്റിവെക്കുക. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഫ്രൈ ചെയ്തെടുക്കാനായി ഒരു അടികട്ടിയുള്ള പാനിലേക്ക് മാറ്റണം. ഇതിലെ വെള്ളം വറ്റുന്നതുവരെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. വെള്ളം വറ്റിയ ശേഷം ചെറിയ തീയിൽ ബീഫ് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇറച്ചി ഈ ഒരു പരുവമാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് 2-3 തവണ പൾസ് ചെയ്തെടുക്കുക. അതിനുശേഷം ബീഫ് ഫ്രൈ ചെയ്ത ഉരുളിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 15 അല്ലി വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചതു ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. വെളുത്തുള്ളിയുടെ കളറൊന്നു മാറി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് പൊടിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ വെള്ളത്തിന്റെ അംശം തീരെയില്ലാതെ നല്ലതുപോലെ ഡ്രൈ ആക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ ബീഫ് ഇടിച്ചത് റെഡി. ഇത് കേടുവരാതെ 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക.